പിന്നോക്ക സമുദായങ്ങൾക്ക് സാമ്പത്തിക സംവരണം നൽകുന്നതിന് പാർലമെന്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതി ചോദ്യം ചെയ്ത് നൽകിയ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സംഘടനയായ യൂത്ത് ഫോർ ഇക്വാലിറ്റിക്ക് പുറമെ ജീവൻ കുമാർ, വിപിൻ കുമാർ, ഭാരതീയ ഭവൻ എന്നിവർ നൽകിയ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സംവരണത്തിന് സാമ്പത്തിക പിന്നോക്കാവസ്ഥ മാനദണ്ഡമാക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഹർജിയിലെ പ്രധാന വാദം. ഭരണഘടനാ ഭേദഗതി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കർഷകരും വിമുക്ത ഭടന്മാരും യുവാക്കളും സംയുക്തമായി 9 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തീരുമാനം. വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന 40-ലേറെ സംഘടനകളുടെ നേതൃത്വത്തിലായിരിക്കും പ്രക്ഷോഭം. ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാരിന്റെ 4.5 വർഷക്കാലത്തെ ഭരണം സമസ്ത ജനവിഭാഗങ്ങളുടെയും ജീവിതം ദുസ്സഹമാക്കി. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യ ഒന്നിക്കുന്നു എന്ന മുദ്രാവാക്യവുമായി കർഷകരും വിമുക്ത ഭടന്മാരും യുവാക്കളും സമരത്തിനൊരുങ്ങുന്നത്. കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുന്ന നിലയിൽ കാർഷിക മേഖലയുടെ തകർച്ച, രൂക്ഷമാകുന്ന തൊഴിലില്ലായ്മ, പശുസംരക്ഷണത്തിന്റെ പേരിലെ കൊലപാതകങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയിൽ ശക്തമാകുന്ന വർഗീയ വിഭജനം, ഇങ്ങനെ നിരവധി വിഷയങ്ങൾക്കെതിരെയാണ് പ്രക്ഷോഭമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഹനൻ മുള്ള പറഞ്ഞു. സമരത്തിന്റെ ഭാഗമായി ജനുവരി 30 മുതൽ ജന്തർ മന്ദറിൽ 9 ദിവസവും 1000-ഓളം പേർ ധർണയിൽ അണിനിരക്കും. എല്ലാ ദിവസങ്ങളിലും വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളാണ് വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ധർണയിരിക്കുക. സമാപന ദിവസമായ ഫെബ്രുവരി 7-ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ധർണയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ധർണയിരിക്കുന്ന വിവിധ ജനവിഭാഗങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടികളോട് ആഹ്വാനം ചെയ്യുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. 2019 NDA സർക്കാർ അധികാരത്തിലെത്തില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യ ടുഡേ ABP സർവേ ഫലങ്ങൾ. കേന്ദ്രത്തിൽ തൂക്കു സർക്കാരുള്ള സാധ്യതകളാണ് സർവേകൾ പ്രവചിക്കുന്നത്. NDA 237 സീറ്റുകൾ നേടുമെന്ന് ഇന്ത്യ ടുഡേയും 233 സീറ്റുകൾ നേടുമെന്ന് ABPയും പ്രവചിക്കുന്നു. UPAക്ക് 166 സീറ്റുകൾ ലഭിക്കുമെന്നും ഇന്ത്യ ടുഡേയും 167 സീറ്റുകൾക്ക് ലഭിക്കുമെന്ന് ABPയും പ്രവചിച്ചു. UPA NDA ഇതര പാർട്ടികളുടെ നിലപാടായിരിക്കും സർക്കാർ രൂപീകരണത്തിൽ നിർണായകമാവുക. SP-BSP മഹാസഖ്യം ഉത്തർപ്രദേശിലെ കോൺഗ്രസിനെ നയിക്കാൻ പ്രിയങ്ക ഗാന്ധി. ഈ ആശങ്കകൾ BJPക്ക് തലവേദന സൃഷ്ടിക്കുന്നതിനിടെയാണ് UPയിൽ BJPക്ക് കാലിടറുമെന്ന സർവേ ഫലങ്ങൾ കൂടി പുറത്തുവന്നിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ BJP തകരുമെന്ന് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ സർവേ പ്രവചിക്കുന്നു. 2014-ൽ BJPയും അപ്നാദളും ചേർന്ന് 73 സീറ്റുകളാണ് സ്വന്തമാക്കിയത്. ഈ സീറ്റുകളിൽ 55 സീറ്റുകൾ നഷ്ടപ്പെട്ട് BJP 18 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്ന് സർവേ പറയുന്നു. മഹാസഖ്യം 58 സീറ്റുകളും കോൺഗ്രസ് 4 സീറ്റുകളും പിടിക്കും. 2014-ൽ നിന്ന് 7% വോട്ട് കുറഞ്ഞ് BJPയുടെ വോട്ട് 36%-ലെത്തും. മഹാസഖ്യം 43%-വും കോൺഗ്രസ് 12%-വും വോട്ട് നേടും. മഹാസഖ്യത്തിൽ കോൺഗ്രസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ BJP 5 സീറ്റുകളിലേക്ക് ഒതുങ്ങുമായിരുന്നുവെന്നും സർവേ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ABP സി വോട്ടർ സർവേയും BJPക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് ശരിവെക്കുന്നു. SP-BSP സഖ്യം 51 സീറ്റ് നേടുമെന്നാണ് ABP സി വോട്ടർ സർവേ പ്രവചിക്കുന്നത്. ഇന്ത്യ ടുഡേ സർവേയിൽ നിന്ന് വ്യത്യസ്തമായി BJPക്ക് 25 സീറ്റ് ലഭിക്കുമെന്നാണ് ABP സർവേ പറയുന്നത്. കോൺഗ്രസിന് 4 സീറ്റാണ് ABPയും പ്രവചിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ വരവോടെ കിഴക്കൻ ഉത്തർപ്രദേശിലെ മുന്നാക്ക വോട്ടുകൾ പിടിക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. ഈ വോട്ടുകൾ കൂടി കോൺഗ്രസിലേക്ക് പോവുകയാണെങ്കിൽ BJPക്ക് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് അടുക്കും തോറും BJPക്കെതിരായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉത്തർപ്രദേശിൽ ഉരുത്തിരിയുന്നുണ്ടെന്ന സൂചന കൂടിയാണ് സർവേ ഫലങ്ങൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. പതിനാലാം നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് യോഗം ആരംഭിക്കുന്നത്. ഈ മാസം 31-നാണ് ബജറ്റ് അവതരണം. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുകയാണ്. റിനു, സഭാ സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ്. ഒപ്പം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം എന്നുണ്ട്. ഇന്നത്തെ സഭാ നടപടികൾ എന്തൊക്കെയാണ്? രേഷ്മ, നിയമസഭയുടെ 14-ാം സമ്മേളനമാണ് ഇന്ന് 9 മണിക്ക് ഗവർണർ പി സദാശിവത്തിന്റെ നയപ്രഖ്യാപന ചടങ്ങോടുകൂടി ആരംഭിക്കുക എന്നുള്ളത്. 9 മണിക്ക് തൊട്ടു മുമ്പായി തന്നെ ഗവർണർ 8:45 നിയമസഭാ കവാടത്തിലേക്ക് എത്തും. ഔദ്യോഗിക ബഹുമതികളോടെ സ്പീക്കറും മുഖ്യമന്ത്രിയും ചേർന്ന്, അതുപോലെ തന്നെ AK ബാലൻ മന്ത്രിയും ചേർന്ന് സ്വീകരിച്ചാനയിച്ച് അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോയതിനു ശേഷമായിരിക്കും നയപ്രഖ്യാപന ചടങ്ങുകൾ നടക്കുക. നമുക്കറിയാം, ഒരു ബജറ്റ് സമ്മേളനം കൂടിയാണ് മാർച്ച്
ഈ മാസം 31-നാണ് ബജറ്റ് തോമസ് ഐസക്കിന്റെ 10ാം ബജറ്റ് അവതരിപ്പിക്കുക. പൂർണ്ണമായ ഒരു ബജറ്റായിരിക്കും അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം. പ്രളയാനന്തര നവകേരള സൃഷ്ടിയും അതുപോലെ തന്നെ ജനങ്ങളുടെ വികസനോന്മുഖ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയായിരിക്കും ബജറ്റ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. ഒപ്പം പ്രതിപക്ഷവും വലിയ രീതിയിൽ പ്രതിപക്ഷ ബഹളവുമായി രംഗത്ത് ഇറങ്ങും എന്നുള്ള ഒരു സൂചന തന്നെയാണ് നമുക്ക് ലഭ്യമാക്കുന്നത്. ശബരിമല വിഷയവും യുവതീ പ്രവേശന വിഷയവും ഒക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷം നടുത്തളത്തിലേക്കും ഒപ്പം രംഗത്തേക്ക് ഇറങ്ങുവാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം ലോക്സഭ ബജറ്റിന് മുന്നോടിയായിട്ടുള്ള ഒരു സംസ്ഥാന ബജറ്റാണ് മാർച്ച് 31-ാം തീയതിയോടുകൂടി അവതരിപ്പിക്കുക. സമ്പൂർണ്ണമായൊരു ബജറ്റ്, ജനങ്ങളുടെ വികസനോന്മുഖ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള ഒരു ബജറ്റ് തോമസ് ഐസക് മുന്നോട്ട് വയ്ക്കും എന്നുള്ളതാണ് നമുക്ക് സൂചന ലഭിക്കുക. എന്തായാലും 9 മണിയോടുകൂടി തന്നെയായിരിക്കും സഭാ സമ്മേളനങ്ങൾ ആരംഭിക്കുക. കൃത്യമായി തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവർണർ 8:45 എത്തിച്ചേർന്ന ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും സഭയിലേക്ക് സ്വീകരിച്ച നയപ്രഖ്യാപന ചടങ്ങുകൾ ആരംഭിക്കുക. സർക്കാരിന്റെ 14ാം നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് യോഗം ആരംഭിക്കുന്നത്. ഈ മാസം 31-നാണ് ബജറ്റ് അവതരണം. വിവരങ്ങളാണ് തത്സമയം റിനു ശ്രീധർ നൽകിയത്. സംസ്ഥാന ബജറ്റ് കോർപ്പറേറ്റ് വ്യവസായ നയം പിന്തുടരുന്ന കേന്ദ്ര സർക്കാരിനുള്ള മറുപടിയാകുമെന്ന പ്രതീക്ഷയിലാണ് പരമ്പരാഗത തൊഴിൽ മേഖല. 3 ലക്ഷം പേർ പണിയെടുക്കുന്ന കശുവണ്ടി മേഖലയ്ക്ക് ബജറ്റിൽ 100 കോടിയോളം രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് ദേശീയപാതയ്ക്കു വേണ്ടിയുള്ള സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയോര ഹൈവേക്കും തീരദേശ ഹൈവേക്കും 10,000 കോടി രൂപ സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സെമി ഹൈസ്പീഡ് റെയിൽവേ പാതയ്ക്കു വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കരമന കളിയിക്കാവിള ദേശീയപാതയുടെ 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം നടത്തി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവളം ബേക്കൽ ജലപാത 2020-ൽ പൂർത്തിയാകും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സെമി ഹൈസ്പീഡ് സമാന്തര റെയിൽവേ പാതയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ചേർന്നാണ് ഇത് നടപ്പാക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി ഇതിനായി ലഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമലയിൽ വിമാനത്താവളം ഒരുക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇക്കൊല്ലമാണ് ശബരിമലയിൽ ഭക്തർക്ക് കൂടുതൽ സൗകര്യം ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ലേല നടപടിയിൽ സർക്കാർ പങ്കെടുക്കും. സർക്കാരിനെ മാറ്റി നിർത്തി മറ്റ് സ്വകാര്യ കമ്പനികൾ മത്സരബുദ്ധിയോടെ മുന്നോട്ട് വരുമെന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇതുകൊണ്ട് മാത്രം എല്ലാമായി എന്ന് സർക്കാർ കരുതുന്നില്ല. അതിൻ്റെ ഭാഗമായാണ് മറ്റ് 2 ഹൈവേകൾ കൂടി വേണം എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് മലയോര ഹൈവേയും തീരദേശ ഹൈവേയും. ഈ 2 ഹൈവേകൾക്കും ആവശ്യമായി വരുന്നത് 10,000 കോടി രൂപയാണ്. ഈ പണം മുഴുവനായി സംസ്ഥാന സർക്കാർ ചെലവഴിക്കേണ്ടതാണ്. സംസ്ഥാന സർക്കാർ തന്നെ ആ പണം കണ്ടെത്തിയിട്ടുണ്ട്. സമയബന്ധിതമായി ആ ഹൈവേകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതോടൊപ്പം മറ്റു റോഡുകൾ നല്ല രീതിയിൽ പ്രവൃത്തി പൂർത്തിയാക്കുകയാണ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 112.07 കോടി രൂപ മുടക്കി 17 കിലോമീറ്റർ കരമന കളിയിക്കാവിള റോഡിന്റെ 2ാം ഘട്ടം നിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. റോഡ് നിർമ്മാണ പ്രവർത്തനത്തിനായി മാറ്റിപ്പാർപ്പിച്ച 20 കുടുംബങ്ങൾക്ക് ചടങ്ങിൽ 3 സെന്റ് ഭൂമി വീതം നൽകി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പട്ടയ വിതരണം നടത്തി. ഇവർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് വെച്ച് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി ജി സുധാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MLA-മാരായ IB സതീഷ്, ആൻസലൻ, CK ഹരീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VK മധു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുതിയ CBI ഡയറക്ടറെ തീരുമാനിക്കാനായുള്ള ഉന്നതാധികാര സമിതി യോഗം തീരുമാനമാവാതെ പിരിഞ്ഞു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗം 2 മണിക്കൂറോളം നീണ്ടുനിന്നിരുന്നു. എന്നാൽ ഇന്ന് വൈകുന്നേരം യോഗം വീണ്ടും ചേർന്നേക്കും. നിലവിലുള്ള പട്ടിക ഒന്നുകൂടി വെട്ടിച്ചുരുക്കാനാണ് യോഗ തീരുമാനം. NIA ഡയറക്ടർ ജനറൽ YC മോദിയുടെ പേരാണ് നരേന്ദ്രമോദി ഉയർത്തിപ്പിടിക്കുന്നത്. രാജ്യം നാളെ 70ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും. രാജ്യമെങ്ങും കനത്ത സുരക്ഷ. ദില്ലിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ സൌത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാസഫോസ
മുഖ്യാതിഥിയാകും. രാജ്യത്തെ പരമോന്നത ബഹുമതികളായ പത്മ പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. 50,000-ഓളം നാമനിർദ്ദേശങ്ങളാണ് ഇത്തവണ കേന്ദ്ര സർക്കാരിന് ലഭിച്ചത്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ച് റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് രാജ്യം കടക്കും. പത്മ പുരസ്കാരങ്ങൾക്കായി 50,000 നാമനിർദ്ദേശങ്ങളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചത്. ഇത് സർവകാല റെക്കോർഡാണ്. അതേസമയം പൊതുജനങ്ങൾ നേരിട്ട് നിർദ്ദേശിച്ചത് 1313 പേരെ മാത്രം. 2018-ൽ 84 പേർക്ക് പത്മ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചു. ഇത്തവണ 80-ലേറെ പേർക്ക് പുരസ്കാരം ലഭിക്കുമെന്നാണ് സൂചന. വൈകുന്നേരം 7 മണിക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. നാളെ രാവിലെയാണ് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ്. രാഷ്ട്രപതി ഭവനിൽ നിന്നും ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന രാജവീതിയിലൂടെ ഇന്ത്യയുടെ പ്രൗഢഗംഭീരമായ പരേഡ് നടക്കും. സാംസ്കാരിക വൈവിധ്യവും സാമൂഹ്യ ഉന്നമനവും വ്യക്തമാക്കുന്ന 22 ടാബ്ലോകൾ പ്രദർശിപ്പിക്കും. കേരളത്തിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനം വ്യക്തമാക്കുന്ന ടാബ്ലോയാണ് വ്യോമസേന ഒരുക്കിയിരിക്കുന്നത്. സൈന്യത്തിന്റെ ശക്തി പ്രദർശിപ്പിക്കുന്ന പരേഡിൽ പുതിയ ആയുധങ്ങളും ഇന്ത്യ അണിനിരത്തുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാമഫോസയാണ് മുഖ്യാതിഥി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ക്ഷണിച്ചിരുന്നെങ്കിലും ഔദ്യോഗിക തിരക്ക് കാരണം അദ്ദേഹം എത്തില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി രാജ്യമെങ്ങും കനത്ത സുരക്ഷയാണ്. ദില്ലിയിൽ വിവിധ ഭാഗങ്ങളിൽ ദ്രുതകർമ്മ സേനയെ വിന്യസിച്ചു. മെട്രോ, റെയിൽ, വ്യോമ ഗതാഗതങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. മൂന്നാർ വുഡ്സ് റിസോർട്ടിന്റെ കയ്യേറ്റം ഒഴിപ്പിച്ചത് അസാധുവാക്കിയ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് കേരളം സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതി ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് മറ്റൊരംഗം. 2007-ൽ VS സർക്കാരിന്റെ കാലത്ത് നടന്ന കയ്യേറ്റം ഒഴിപ്പിക്കൽ നിയമവിരുദ്ധമാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. പൊളിച്ചുമാറ്റിയ കെട്ടിടങ്ങളുടെ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ ഉത്തരവിനെതിരെയാണ് കേരള സർക്കാർ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത്. 2017 ഏപ്രിൽ 17-ന് ജയലളിതയുടെ കോടനാട് എസ്റ്റേറ്റിൽ നടന്ന കവർച്ചയെക്കുറിച്ചും അതിനുശേഷമുണ്ടായ കൊലപാതകങ്ങളെക്കുറിച്ചും അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് സഞ്ജയ് ഖന്ന എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ട്രാഫിക് രാമസ്വാമിയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. കവർച്ചയിലും കൊലപാതകത്തിലും തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിക്ക് പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. കഴിഞ്ഞ ദിവസം പ്രതികളുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് രാമസ്വാമി സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. കവർച്ചാ കേസിലെ 2ാം പ്രതി KV സയൻ, 3ാം പ്രതി മനോജ് എന്നിവരാണ് വീഡിയോയിലൂടെ പളനിസ്വാമിയുടെ പങ്ക് വെളിപ്പെടുത്തിയത്. സ്ത്രീ സമൂഹത്തെ ഒന്നാകെ അപമാനിച്ച് പ്രസംഗിച്ച കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വിവിധ വനിതാ സംഘടനകളാണ് സുധാകരനെതിരെ പ്രതിഷേധവുമായി എത്തിയത്. കണ്ണൂരിൽ DYFIയുടെ നേതൃത്വത്തിൽ വനിതകൾ പ്രതിഷേധ പ്രകടനം നടത്തി. പെണ്ണുങ്ങളെല്ലാം കഴിവുകെട്ടവരാണ് എന്ന K. സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് വിവിധ വനിതാ സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം അപമാനിക്കുന്നതാണ് സുധാകരന്റെ പ്രസ്താവന എന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നു. സ്ത്രീവിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ കണ്ണൂരിൽ DYFI പ്രതിഷേധ പ്രകടനം നടത്തി. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് കോൺഗ്രസ് BJP നേതാക്കൾ ശീലമാക്കിയിരിക്കുകയാണെന്ന് DYFI നേതാക്കൾ കുറ്റപ്പെടുത്തി. അരക്കോടിയിലധികം വരുന്ന കേരളത്തിലെ സ്ത്രീകൾ നടത്തിയിട്ടുള്ള വലിയ മുന്നേറ്റത്തിന്റെ എല്ലാം ഭാഗമായിട്ട് UDFന്റെ ഭാഗമായി വല്ലാത്ത രീതിയിൽ ഹാലിളകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം തന്നെ അവർ ഉന്നയിച്ചു വരുന്നത്. അതുപോലെ തന്നെ പഴയ കാലത്തിനകത്തേക്ക് സ്ത്രീകൾ ഒരിക്കലും അരങ്ങത്തേക്ക് വന്നുകൂടാ, ഈ പുതിയ സമൂഹത്തിനകത്തേക്ക് മുഖ്യധാരയിലേക്ക് കടന്നു വന്നുകൂടാ എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിലാണ് UDFന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ BJPയുടെ ഭാഗമായിട്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്ന് തീർച്ചയായും DYFI ഇതിന്റെ ഭാഗമായി ശക്തമായ പ്രതിഷേധം തന്നെ രേഖപ്പെടുത്തുകയാണ്. കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച DYFI പ്രതിഷേധ പ്രകടനത്തിൽ 100 കണക്കിന് വനിതകൾ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമായി CPIMന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ജനകീയ ഉച്ചകോടിക്ക് നാളെ തുടക്കമാകും. കേന്ദ്ര സർക്കാരിന്റെ ഭരണപരാജയം മറച്ചുവെച്ച് ജനങ്ങളെ ജാതീയമായി ഭിന്നിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള BJP കോൺഗ്രസ് ഗൂഢതന്ത്രത്തെ
കരുതലോടെ നേരിട്ട് മുന്നേറാനുള്ള പ്രവർത്തന പരിപാടികൾക്ക് ഉച്ചകോടിയിൽ രൂപം നൽകും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് 2 ദിവസം നീളുന്ന ഉച്ചകോടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. മറ്റന്നാൾ വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. MA ബേബി, S രാമചന്ദ്രൻ പിള്ള, തപൻസൻ, മീര വേലായുധൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിക്കും. വിവിധ മേഖലകളിൽ നിന്നുള്ള 1000 പ്രതിനിധികളാണ് ജനകീയ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയ്ക്കകത്തുള്ള 14 അസംബ്ലി മണ്ഡലങ്ങളിലും ആ ഉൾക്കൊള്ളുന്ന പാർലമെന്റ് മണ്ഡലത്തിന്റെ അകത്ത് LDFന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതിനാവശ്യമായിട്ടുള്ള വളരെ ചിട്ടയോടും ക്രമത്തോടും കൂടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള കരുതലാണ് ഈ ഉച്ചകോടിയുടെ ആത്യന്തിക ലക്ഷ്യം. അനധികൃത കീടനാശിനി വിൽപ്പന നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. തിരുവല്ലയിൽ മരിച്ച കർഷകരുടെ വീടുകൾ സന്ദർശിച്ച അദ്ദേഹം ഇരു കുടുംബങ്ങൾക്കും 3 ലക്ഷം രൂപ വീതം അടിയന്തര സഹായം നൽകുമെന്നും വ്യക്തമാക്കി. കീടനാശിനി പ്രയോഗത്തെ തുടർന്ന് കർഷകർ മരിക്കാനിടയായ സാഹചര്യത്തിലാണ് അനധികൃത കീടനാശിനി വിൽപ്പനയ്ക്കും വിപണനത്തിനുമെതിരെ കർശന നടപടിക്ക് കൃഷിവകുപ്പ് ഒരുങ്ങുന്നത്. നിരോധിച്ച കീടനാശിനികൾ അനധികൃതമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തുന്നതിനെതിരെയും കർശന നടപടിയെന്ന് വ്യക്തമാക്കിയ കൃഷിമന്ത്രി VS സുനിൽകുമാർ കീടനാശിനി വിൽപ്പന സ്ഥാപനങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുമെന്നും പറഞ്ഞു. തിരുവല്ലയിലെ കർഷകരുടെ മരണത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുമെന്നും മരിച്ച കർഷകരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി 3 ലക്ഷം രൂപ വീതം ഉടൻ ലഭ്യമാക്കുമെന്നും അറിയിച്ചു. ഇത്തരം ഇവിടെ റെക്കമെൻഡ് ചെയ്യാത്ത കീടനാശിനികൾ ഇവിടെ വിൽപ്പന നടത്തുക, നിരോധിത കീടനാശിനികൾ അനധികൃതമായി വിൽപ്പന നടത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഗുരുതരമായിട്ടുള്ള കുറ്റമായി കാണുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം കേരളത്തിൽ ആവശ്യമാണ്. അതിന് പുറമെ ഇപ്പോൾ ഇവിടെ ഈ സനൽകുമാർ തന്നെ 22 വർഷമായിട്ട് ഈ മരുന്ന് തളിക്കുന്ന ഒരു തൊഴിലാളിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തൊഴിലാളികൾ കുട്ടനാട് മേഖലയിലും തൃശ്ശൂർ മേഖലയിലും പാലക്കാടെല്ലാം ധാരാളമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആലോചിക്കുന്ന ഇവർക്കെല്ലാം ഒരു രജിസ്ട്രേഷൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. കാർഷിക സർവകലാശാലയിലെ വിദഗ്ധർ ഉൾപ്പെട്ട സംഘം ഉടനെ തന്നെ സംഭവസ്ഥലം സന്ദർശിക്കുമെന്നും കീടനാശിനി ഉപയോഗത്തിന് നിയമനിർമ്മാണം, ഡ്രോൺ ഉപയോഗിച്ചുള്ള മരുന്നടി എന്നിവ നടപ്പിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വയനാട്ടിൽ കുരങ്ങുപനി സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലാ ഭരണകൂടം ഊർജിതപ്പെടുത്തി. ജില്ലാ കളക്ടറേറ്റിൽ കൺട്രോൾ റൂം തുറന്നു. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത വിവിധ വകുപ്പുകളുടെ യോഗത്തിൽ രോഗം പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും തീരുമാനിച്ചു. നൂൽപ്പുഴ, മുള്ളൻകൊല്ലി, തിരുനെല്ലി തുടങ്ങി രോഗസാധ്യതയുള്ള മേഖലകളിൽ വീടുകളിൽ സർവേയും വിശദമായ രോഗപരിശോധനകൾ നടത്താനും പഞ്ചായത്തുകൾ തോറും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനും യോഗം തീരുമാനിച്ചു. ആവശ്യമായ മരുന്നുകൾ സംഭരിച്ചിട്ടുണ്ട്. കൂടുതൽ വാക്സിനുകൾ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ലഭ്യമാവും. നിലവിൽ 2 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ രോഗപരിശോധനയ്ക്ക് മറ്റുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല. രോഗം പടരാൻ ഇടയുള്ള മേഖലകളിൽ വനത്തിനകത്ത് ജോലിക്ക് പോകുന്ന ഉദ്യോഗസ്ഥർക്കും വനയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും സുരക്ഷാ സംവിധാനങ്ങൾ നൽകാനും യോഗത്തിൽ തീരുമാനമുണ്ടായി. അപ്പൊ തുടങ്ങിയ അതിന് സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഓരോ വീട്ടിലും ആശാ വർക്കേഴ്സും മറ്റുള്ളവരും ചേർന്ന് ഹൗസ് ടു ഹൗസ് സർവേ നടത്തിയിട്ട് പനിയുടെ ഏതെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ അത് അടിയന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടി ആയിട്ടുണ്ട്. അത് തീരുമാനമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് സംബന്ധിച്ചുള്ള ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ യോഗം ചേർന്ന് ആളുകളെ ഈ കുരങ്ങുപനിയുടെ ദോഷവശങ്ങളെ പറ്റി ബോധവൽക്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു. നിലവിൽ രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ തുടർച്ചയായ പരിശോധനകൾ ആരോഗ്യവകുപ്പ് നടത്തും. രോഗം സ്ഥിരീകരിച്ച 2 പേരുടെയും ആരോഗ്യനില ഗുരുതരമല്ല. ന്യൂസ് ബ്യൂറോ, വയനാട്. സമരവേദിയിലെത്തിയതുൾപ്പെടെ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയായിരുന്നുവെന്നും ഇപ്പോഴും വിശ്വസിക്കുന്നതായി സിസ്റ്റർ ലൂസി കളപ്പുര. പിന്തുണ നൽകേണ്ടവർ അകറ്റി നിർത്തി കുറ്റപ്പെടുത്തുകയാണെന്നും അവർ പറഞ്ഞു. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു സിസ്റ്റർ ലൂസി കളപ്പുര. കത്തോലിക്ക സഭ 2ാം ഘട്ട വിശദീകരണം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സിസ്റ്റർ ലൂസി പൊതുവേദിയിലെത്തി നിലപാടുകൾ വീണ്ടും തുറന്നു പറഞ്ഞത്. മനസാക്ഷിയോട് ചോദിച്ചാണ് ഓരോ തീരുമാനങ്ങളും എടുത്തത്. അത് ശരിയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞാൻ ഓരോന്നും എടുത്ത തീരുമാനങ്ങള് ഞാൻ ടീച്ചറിനോട് ചോദിച്ചിട്ടല്ല, അല്ലെങ്കിൽ മോളോട് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്റെ അടുത്തുള്ളവരോട് ചോദിച്ചിട്ടില്ല. എന്റെ മനസാക്ഷിക്ക് ഞാൻ സമയം കൊടുത്തു. മനസാക്ഷിയിൽ ഒരു തെളിഞ്ഞു വന്ന കാഴ്ചപ്പാടിനെ ഞാൻ പ്രവൃത്തിപഥത്തിലാക്കി. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്. ഈ ലോകത്ത് വേറെ ആർക്കും എന്റെ ഉത്തരവാദിത്വമില്ല. അപ്പൊ ഞാൻ എടുത്ത തീരുമാനങ്ങൾ ശരിയാണ് എന്നുള്ള ഒത്തം ബോധ്യത്തോടു കൂടി തന്നെ ഞാൻ ചെയ്തത്. ആ ശരിയെന്ന നിലപാടിൽ ഞാൻ എപ്പോഴും ഉറച്ചു നിൽക്കുന്നു.
തെറ്റായി എന്നൊക്കെ പറഞ്ഞ് കാനൂൻ നിയമമൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന സന്യാസ സമൂഹമുണ്ട് എനിക്ക്. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരാണ് കൂടുതലായി സമരവേദിയിലെത്തേണ്ടിയിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പിന്തുണ നൽകേണ്ടവർ ഞങ്ങളെ അകറ്റി നിർത്തി കുറ്റപ്പെടുത്തുന്ന സാഹചര്യമാണെന്നും സിസ്റ്റർ ലൂസി പറഞ്ഞു. ഞങ്ങളെപ്പോലുള്ളവരുടെ ഗ്രൂപ്പ് ഇരുന്ന് ലഞ്ച് സ്ക്വയറിൽ തടിച്ചു കൂടേണ്ടിയിരുന്നത്. അവിടെ പക്ഷെ ആരും തടിച്ചുകൂടിയില്ല. ഞങ്ങളെപ്പോലുള്ളവര് എന്തായാലും പേര് വിരലിൽ എണ്ണാവുന്നത് മാത്രമേ എത്തിയുള്ളൂ. അതിന്റെയൊക്കെ ഖേദം ലോകത്തോട് തന്നെ ദുഃഖം പറയുകയാണ്. ഞങ്ങളുടെ ഭാഗത്ത് വന്നുകൊണ്ട് പോകുന്ന വീഴ്ചകൾക്ക് ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കേണ്ടവരെ ഞങ്ങൾ അകറ്റി നിർത്തി വീണ്ടും കുറ്റപ്പെടുത്തി അങ്ങനെ തെറ്റ് ചെയ്തവർ സുരക്ഷിതരായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ലോകത്തിന് മുമ്പിൽ അന്യായവും അനീതിയും ശിക്ഷാർഹവുമാണ്. ഉയർന്നുവരുന്ന സ്ത്രീ കൂട്ടായ്മകൾ അസമത്വത്തിനെതിരായ പോരാട്ടമാണെന്നും വലിയ പ്രതീക്ഷ നൽകുന്നുവെന്നും സിസ്റ്റർ ലൂസി പറഞ്ഞു. പാലക്കാട് വിക്ടോറിയ കോളേജിലെ വനിതാവേദിയാണ് നവോത്ഥാന കേരളത്തിലെ സ്ത്രീ അവസ്ഥകൾ എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇടവേള. രാജ്യത്തെ പ്രഥമ നേച്ചർ ഫിലിം ഫെസ്റ്റിവലിന് ഇന്ന് മൂന്നാറിൽ തുടക്കമാകും. ജയരാജ് ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബേർഡ്സ് ക്ലബ് ഇന്റർനാഷണൽ ആണ് 3 ദിവസം നീളുന്ന ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധായകൻ ജയരാജിന്റെ നേതൃത്വത്തിൽ റെയിൻ ഇന്റർനാഷണൽ നാച്ചുറൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. മൂന്നാർ സിൽവർ ടിപ്സ് ഹോട്ടലിൽ ഒരുക്കിയിരിക്കുന്ന 2 തിയേറ്ററുകളിലാണ് സിനിമകൾ പ്രദർശിപ്പിക്കുക. ഭാരതത്തിന്റെ ഫോറസ്റ്റ് മാൻ എന്നറിയപ്പെട്ട പത്മശ്രീ ജേതാവ് ജാദവ് പയാങ് മേള ഉദ്ഘാടനം ചെയ്യും. നടനും സംവിധായകനുമായ രഞ്ജി പണിക്കർ മുഖ്യാതിഥിയാകും. റയാൻ പാട്രിക്കിലേക്ക് സംവിധാനം ചെയ്ത അമേരിക്കൻ ഡോക്യുമെന്ററി യാസുനി മാനാണ് ഉദ്ഘാടന ചിത്രമെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ ജയരാജ് പറഞ്ഞു. ലോകത്തിലെ തന്നെ വളരെ അപൂർവങ്ങളായ പ്രകൃതിയുമായി ബന്ധപ്പെട്ട സിനിമകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ചിത്രങ്ങളും ഡോക്യുമെന്ററികളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് യാസുനി മാൻ, സൗത്ത് അമേരിക്കയിൽ നിന്ന് വരുന്ന ആമസോൺ കാടുകളുടെ മനോഹാരിത മുഴുവൻ, നിഗൂഢത മുഴുവൻ ഒപ്പിയെടുത്ത റയാൻ കല്ലേക്കിയുടെ സിനിമ. റയാൻ കല്ലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്യുമെന്ററി, ഫീച്ചർ, ഷോർട്ട് ഫിക്ഷൻ എന്നീ വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾക്ക് ശ്രീലങ്കൻ സംവിധായകൻ പ്രസന്ന വിത്താകെ, കന്നഡ സംവിധായകൻ ഗിരീഷ് കാസറവള്ളി എന്നിവരാണ് വിധികർത്താക്കൾ. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സഹകരണത്തോടെ കേരളത്തിലെ പരമ്പരാഗത കലാരൂപങ്ങളും മേളയിൽ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ദേശീയ മതസൗഹാർദ്ദ സംഘടനയായ ജെയ്മസി സംഘിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മതസൗഹാർദ്ദ സംഗമം സംഘടിപ്പിച്ചു. ഗ്രഹാം സ്റ്റൈൽ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വിവിധ മതസംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. മതതീവ്രവാദവും വർഗീയതയും ശക്തിയാർജിക്കുന്ന സാഹചര്യത്തിൽ മാനവിക സൗഹൃദമാണ് ലക്ഷ്യമെന്ന് ചെയർമാൻ ഷാജു പാലിയോട് പറഞ്ഞു.